ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. റേഡിയോ ടീച്ചർ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷാജി TV, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല കാക്കയങ്ങാടുന്ന് വരുന്നു. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് മുഫ്ലിഹ മുഹമ്മദ്. എന്റെ പേര് നിയ. ഞങ്ങൾ CHMKS GHSS വളപട്ടണം സ്കൂളിൽ നിന്ന് വരും. ടീം ബി. എന്റെ പേര് വന്ദനാസി. എന്റെ പേര് ദേവന്തായം. ഞങ്ങൾ GHSS പുഴാതിയിൽ നിന്ന് വരുന്നു. ടീം സി. എന്റെ പേര് അവന്തിക S. എന്റെ പേര് കൃഷ്ണ ചൌക്കെ. ഞങ്ങൾ GHSS തിരുവങ്ങാടിൽ നിന്ന് വരുന്നു. ടീം ഡി. എന്റെ പേര് ഷാലിമ PK. എന്റെ പേര് ആരിശ്രീ AV. ഞങ്ങൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ഇ. എന്റെ പേര് ശിവേദ S. എന്റെ പേര് ഗീതിക ഗിരീഷ്. ഞങ്ങൾ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ആദ്യഘട്ടത്തിൽ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ അധ്യായമായ അമ്മയുടെ എഴുത്തുകൾ എന്ന പാഠഭാഗത്തെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ റൌണ്ടിൽ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓരോ ടീമിനോടും ആ ചോദ്യങ്ങൾ ചോദിക്കും. അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ രണ്ടാമത്തെ ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യും. അവർക്കും പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ഏത് ടീമിന് വേണമെങ്കിൽ ഉത്തരം പറയാം. പക്ഷേ അവർക്ക് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പാസ് ചെയ്ത് കിട്ടുന്ന ടീമിന് മാത്രമേ മാർക്ക് ഉണ്ടാവുകയുള്ളൂ. 5 മാർക്കിന്റെ ചോദ്യം പാസ് ചെയ്ത് വരുമ്പോൾ 3 മാർക്കായിരിക്കും ഉത്തരം പറയുന്ന ടീമിന് ലഭിക്കുക. ആദ്യ ചോദ്യം ടീം എയോടാണ്. അമ്മയുടെ എഴുത്തുകൾ എന്ന പാഠഭാഗത്ത് ചില കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ ഏതെല്ലാം കഥാപാത്രങ്ങളെയാണ് കവി അവതരിപ്പിക്കുന്നത്? ടീം എ. അമ്മ, മകനും ഭാര്യയും, പുതുതലമുറ, അതായത് കുട്ടികൾ. ഉത്തരം വളരെ ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. കവിതയിൽ 3 തലമുറയാണ് കവി പ്രതിനിധാനം ചെയ്യുന്നത്. കവി ഉൾപ്പെടുന്ന തലമുറ, അതിനു മുമ്പുള്ള കവിയുടെ അമ്മ ഉൾപ്പെടുന്ന തലമുറ, അതുപോലെ തന്നെ കവിയുടെ മക്കളായ അമ്മയുടെ കൊച്ചുമക്കളായി വരുന്ന ആൾക്കാർ. അങ്ങനെ 3 തലമുറയുടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കവിതയിലെ കാര്യങ്ങളും ആശയങ്ങളും കവി വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. ചിന്മുദ്ര എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മനസ്സിന്റെ മുദ്ര. ഉത്തരം വളരെ ശരിയാണ്. ചിന്മുദ്ര എന്ന പദത്തിന് മനസ്സിന്റെ മുദ്ര എന്നാണ് അർത്ഥം. മനസ്സിന്റെ മായാത്ത അടയാളമായിട്ടാണ് കവി ഭാഷയെ അടയാളപ്പെടുത്തുന്നത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചിന്മുദ്ര എന്ന പദത്തെ എങ്ങനെയാണ് പിരിച്ചു പറയുക? ചിത് അധികം മുദ്ര. വളരെ ശരിയായ ഉത്തരമാണ്. അത് പിരിച്ചു പറയുന്നത് ചിത് അധികം മുദ്ര എന്നുള്ളത് തന്നെയാണ്. ടീമിന് 5 പോയിന്റ്. അടുത്തത് ടീം ഡിയോടാണ് ചോദ്യം. ബിംബമീ ആദിത്യശാലയിൽ എന്ന പദത്തിൽ ഘടകപദങ്ങളായി വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? ബിംബമീ ആദിത്യശാലയിൽ അത് ഒറ്റ പദമായിട്ടാണ് കവി പ്രയോഗിക്കുന്നത്. അതിനെ ഒന്ന് ഘടകപദങ്ങളാക്കി പറയുക. ബിംബം, ആദിത്യശാല. ഉത്തരം പകുതിയെ ശരിയായുള്ളൂ. അത് ടീം ഇക്ക് പാസ് ചെയ്യുകയാണ്. ബിംബം, ഈ അധികം, ആദിത്യശാല. ഉത്തരം ശരിയാണ്. അതിന്റെ ഇടയ്ക്ക് അധികം എന്ന് പ്രയോഗിക്കേണ്ടതില്ല. ഘടക പദങ്ങൾ എന്ന് പറയുമ്പോൾ ബിംബം, ഈ, ആദിത്യശാല, ഈ 3 പദങ്ങളെയാണ് ചേർത്ത് ഒറ്റപ്പദമാക്കി അതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ടീം ഇക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. മൊഴിച്ചന്തം എന്ന കവി ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥ രൂപം ഏതാണ്? മൊഴിയുടെ ചന്തം. മൊഴിയുടെ ചന്തം വളരെ ശരിയായ ഉത്തരമാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. കവിതയിൽ കവി
നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആദിത്യശാലയിൽ ശോഭനം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. എന്താണ് വിദേശത്ത് നിർമ്മിച്ചൊരമ്മ എന്ന് കവി ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ വിദേശത്ത് വെച്ച് നിർമ്മിച്ച ചിത്രം. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യുന്നു ടീം ഡി. വിദേശ ഭാഷയും സംസ്കാരവും ഇവിടെ പ്രതിനിധീകരിക്കുന്നു. വളരെ ശരിയായ ഉത്തരമാണ്. വിദേശ ഭാഷയും സംസ്കാരവും പാശ്ചാത്യ സംസ്കാരത്തിന്റെ നമ്മുടെ നാട്ടിലേക്കുള്ള കടന്നു വരവിനെയാണ് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ടീം ഡിക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. സുന്ദര ദൃഷ്ടി എന്നതിന്റെ ശരിയായ വിഗ്രഹാർത്ഥ രൂപം? സുന്ദരമായ ദൃഷ്ടി. സുന്ദരമായ ദൃഷ്ടി. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത രചിച്ച കവി ആരാണ്? മധുസൂദനൻ നായർ. മധുസൂദനൻ നായർ. ശരിയായ ഉത്തരമാണ്. അദ്ദേഹത്തിന് പേരിന്റെ മുമ്പിൽ ഒരു വി എന്നുള്ള ഒരു ഇൻഷ്യലും കൂടി ഉണ്ട്. വി മധുസൂദനൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ചില കവിതകളുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കവിതയാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന കവിത. അതോടൊപ്പം ഗാന്ധർവം, ഗാന്ധി, അച്ഛൻ പിറന്ന വീട് തുടങ്ങിയവയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതകളാണ്. നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം ഗാന്ധി എന്ന കവിതയിൽ വരുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പട്ടണക്കോപ്പ് എന്ന പദപ്രയോഗം കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? പട്ടണത്തിൽ നിന്ന് വാങ്ങിയ അലങ്കാര വസ്തുക്കൾ. പട്ടണത്തിൽ നിന്ന് വാങ്ങിയ അലങ്കാര വസ്തുക്കൾ. വളരെ ശരിയായ ഉത്തരമാണ്. കവിതയിൽ വളരെ പ്രധാനപ്പെട്ട ആശയം വിനിമയം ചെയ്യുന്ന ഒരു പദം കൂടിയാണ് പട്ടണക്കോപ്പ് എന്നുള്ളത്. അത് തുടർന്ന് വരുന്ന ചോദ്യങ്ങളിൽ നമുക്കത് കൂടുതൽ വ്യക്തമാകും. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. അമ്മയുടെ എഴുത്തുകൾക്ക് കവി നൽകുന്ന 2 വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പാൽമുത്തുകൾ, അമ്മയുടെ ചിന്മുദ്ര. വളരെ ശരിയായ ഉത്തരമാണ്. പാൽമുത്തുകൾ, ചിന്മുദ്ര എന്നീ 2 പദങ്ങളാണ് അദ്ദേഹം ആ എഴുത്തുകൾക്ക്, അമ്മയുടെ എഴുത്തുകളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കുന്നത്. മനസ്സിന്റെ മായാത്ത മുദ്ര എന്ന അർത്ഥത്തിലാണ് ചിന്മുദ്ര എന്ന പദം കവി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ പാൽമുത്തുകൾ. പാൽമുത്തുകൾ എന്ന പദത്തിൽ വളരെ വിശാലമായ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട്. അമ്മയുടെ മുലപ്പാലിന് തുല്യമായതാണ് നമ്മുടെ ഭാഷ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കവി ആ പാൽമുത്തുകൾ എന്ന പദം ഉപയോഗിക്കുന്നത്. അമ്മിഞ്ഞ പാലിന്റെ വെണ്മയും വിശുദ്ധിയും നമ്മുടെ മാതൃഭാഷയ്ക്കുണ്ട് എന്ന് കവി ഈ പദപ്രയോഗങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ്. ടീം എക്ക് 5 പോയിന്റ്. ആദ്യ റൗണ്ട് നമ്മൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ റൗണ്ടിൽ എല്ലാവരും വളരെ നന്നായി ഉത്തരങ്ങൾ പറഞ്ഞു. ഈ റൗണ്ടിൽ ഓരോ ടീമും നേടിയ സ്കോറാണ് ഇവിടെ പറയുന്നത്. ടീം എ 10 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 8 പോയിന്റ്, ടീം ഇ 8 പോയിന്റ്. നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് കടക്കാം. ഈ റൗണ്ടില് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഒരു ചോദ്യത്തിന്റെ ഉത്തരം കുറച്ച് വിശദീകരണത്തോടുകൂടി ഓരോ ടീമും നൽകണം. അങ്ങനെ നൽകുന്ന ശരി ഉത്തരത്തിന് 10 പോയിന്റുകളും, ഏതെങ്കിലും ടീം അത് പറയാതെ വരികയും അടുത്ത ഒരു ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഉത്തരം പറഞ്ഞാൽ അവർക്ക് 5 പോയിന്റുമാണ് ലഭിക്കുക. രണ്ടാം റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം എയോടാണ്. വിതപ്പൊലി പാട്ടുകൾ, നറുക്കിലപ്പൂവുകൾ എന്നൊക്കെ കവി ഈ കവിതയിൽ അമ്മയുടെ എഴുത്തുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രയോഗങ്ങളിലൂടെ കവി എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്? ടീം എയോടാണ് ചോദ്യം. ഉത്തരം പറഞ്ഞോളൂ. അമ്മയുടെ ആ കത്തുകളിൽ കേവലം സുഖാന്വേഷണങ്ങൾ മാത്രമല്ല ഉള്ളത്. ഒരു മകന് വേണ്ട ഉപദേശങ്ങളും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും
മരുന്ന് കുറിപ്പടികളും അങ്ങനെ ഒരു മകൻ നന്നായി വളരേണ്ട എല്ലാതരം ഉപദേശങ്ങളും അമ്മ കത്തുകളിലൂടെ മകന് പകർന്നു നൽകുന്നുണ്ട്. ഉത്തരം ഭാഗികമായിട്ടാണ് ശരിയായിട്ടുള്ളത്. അതൊന്നും കൂടി പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. വിതപ്പൊലിപ്പാട്ടുകൾ നറുക്കിലപ്പൂവുകൾ എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലമാണ് ഞാൻ ചോദിച്ചത്. മാതൃഭാഷ കൂടി പകർന്നു നൽകുന്നുണ്ട്. ഉത്തരം ശരിയല്ല. അത് ടീം ബിക്ക് ചോദ്യം പാസ് ചെയ്യുകയാണ്. ടീം ബിക്കും അതിനെ ഉത്തരം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. മറ്റ് ടീം അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയുമെങ്കിൽ അത് വിശദീകരിക്കാം. പക്ഷെ മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. വിതപ്പൊലിപ്പാട്ടുകൾ കാർഷിക സംസ്കാരത്തിന്റെ അടയാളമാണ്. നറുക്കിലെ പൂവുകള് പൂ പോലെ മനോഹരവും സൗന്ദര്യവും ശുദ്ധി നിറഞ്ഞതുമാണ് അമ്മയുടെ കത്തുകളുടെ ഉള്ളടക്കമെന്നും പറയും. വളരെ ശരിയായ ഉത്തരമാണ് ടീം ഡി നൽകിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് മാർക്ക് നൽകാൻ കഴിയില്ലെങ്കിലും അവർക്കൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. ടീം എ പറഞ്ഞ ഉത്തരം ഭാഗികമായി ശരിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീം എക്ക് ഒരു 5 പോയിന്റ് നൽകുകയാണ്. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. നോക്കിയാൽ മിണ്ടുമീ ചിത്രലേഖം ഓരോന്നിനും ഓരോ മൊഴിച്ചന്തം എന്ന് ഈ കവിതയിൽ കവി ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രയോഗങ്ങളുടെ ആശയതലം വ്യക്തമാക്കുക. അമ്മയുടെ കത്തുകളിൽ എഴുതിയിരിക്കുന്ന അക്ഷരം ഓരോ ചിത്രങ്ങളായാണ് മക്കൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഉത്തരത്തിന്റെ കുറച്ച് ഭാഗമാണ് ശരിയായിട്ടുള്ളത്. 2 പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ മൊഴിച്ചന്തം, നോക്കിയാൽ മിണ്ടുമീ ചിത്രലേഖത്തിന്റെ താളുകൾ. അമ്മയുടെ കത്തുകൾ മകന് ഓരോ ചിത്രങ്ങളായാണ് തോന്നുന്നത്. കത്തുകളിലെ ഓരോ അക്ഷരങ്ങളും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. ഉത്തരം ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അത് പൂർത്തിയാക്കാൻ ടീം സിക്ക് ചോദ്യം പാസ് ചെയ്യുകയാണ്. ഓരോ കത്തുകളിലും അമ്മ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആശങ്ക, പ്രാർത്ഥന, നാവിയർ മന്ത്രം, അങ്ങനെ പല പല കാര്യങ്ങളാണ്, വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഓരോ കത്തിലും അമ്മ പങ്കുവയ്ക്കുന്നത്. കൂടാതെ ആ കത്തുകൾ വായിക്കുമ്പോൾ അമ്മ നേരിട്ട് വന്ന് തന്റെ മകനോട് സംസാരിക്കുന്നതായി മകൻ അനുഭവപ്പെടുന്നു. മൊഴിച്ചന്തം എന്ന് സൂചിപ്പിച്ചത് അമ്മയുടെ ഭാഷാ രീതിയായിരിക്കാം, മലയാള ഭാഷയുടെ ഉപയോഗം. ഉത്തരം വ്യക്തമായില്ല. മലയാള ഭാഷയിൽ തന്നെ, മാതൃഭാഷയിൽ തന്നെയാണ് അമ്മ മകന് കത്തുകൾ അയക്കുന്നത്. ആ കത്തുകൾ അയക്കുമ്പോൾ ആ കത്തുകളിലെ ഓരോ വാക്കുകളും മകന്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണർത്തുന്നുണ്ട്. ആ ചിത്രങ്ങളാണ് നിങ്ങൾ പറഞ്ഞ ഉത്കണ്ഠ, സാരോപദേശം, ഗ്രാമീണമായ കാര്യങ്ങൾ, വീട്ടുവഴക്കുകൾ, നാട്ടൻ പാട്ടുകൾ, വൈദ്യം, ചികിത്സാ കുറിപ്പടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ മാതൃഭാഷയിലൂടെ മകന് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അതിന്റെ ഉള്ളടക്കത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് വ്യത്യസ്തമായ ചന്തം, ഭംഗി വരുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന ഒരു വീട്ടുവഴക്കിനെ കുറിച്ച് പറയുമ്പോഴുള്ള പദപ്രയോഗങ്ങളുടെ മനോഹാരിതയല്ല മറ്റ് ഉത്സവത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന കാര്യങ്ങൾ കത്തിൽ അവതരിപ്പിക്കുന്നു. അതാണ് അവിടെ വ്യക്തമായി കവി പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ടീം ബിക്ക് 5 പോയിന്റ് നൽകുകയാണ്. അത് പാസ് ചെയ്ത് കിട്ടി പൂർത്തിയാക്കിയ ടീം സിക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. നാദമായി വന്നെന്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ എന്ന് കവി ഈ കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ആശയങ്ങളാണ് ഈ വരികളിലൂടെ കവി വായനക്കാരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? നാദമായി വന്നെന്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ. ഈ വരികളിലൂടെ എന്തൊക്കെ ആശയങ്ങളാണ് കവി വായനക്കാരുമായി പങ്കുവെക്കുന്നത്? അമ്മയുടെ ഓരോ എഴുത്തുകളും വായിക്കുമ്പോൾ മകന് വളരെ സന്തോഷവും അമ്മയോടുള്ള സ്നേഹവും പ്രകടമാകുന്നു. ആ കത്തുകൾ വായിക്കുമ്പോൾ കത്തുകളിലെ ഓരോ വാക്കുകളും നാവിലെ തേനായി തോന്നുകയാണ് മകന്. ജന്മശേഷം പൊക്കിൾക്കുടി ബന്ധം അടർത്തി മാറ്റിയെങ്കിലും ഈ കത്തുകളിലൂടെ അമ്മ ആ പൊക്കിൾക്കുടി ബന്ധം നിലനിർത്തുന്നതായി മകന് തോന്നുന്നു. ഇതിന് ചെറിയ വ്യക്തതക്കുറവുണ്ട്, എങ്കിലും അതിന്റെ ഉത്തരത്തിന്റെ ഏകദേശ മേഖലകളെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആണ് അമ്മയിൽ നിന്നുള്ള കുട്ടിയുടെ ബന്ധമായ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റി കുട്ടിയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നത്. അതുവരെ ആ കുട്ടിക്ക് എല്ലാവിധ പോഷക ആഹാരങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ രക്തത്തിൽ നിന്ന് ആ പൊക്കിൾക്കൊടി വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായും മാതൃഭാഷ ഉൾപ്പെടെയുള്ള അമ്മ ആർജിച്ചെടുത്ത മുഴുവൻ സംസ്കാരവും ഈ പൊക്കിൾക്കൊടിയിലൂടെ കുഞ്ഞിലേക്ക് പകർന്ന് നൽകിയിട്ടുണ്ട്. അതാണ് നാദമായി വന്നെന്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീ ഉള്ളെഴുത്തുകൾ എന്ന് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ
സ്വാഭാവികമായും നമ്മൾ തേനിൽ മുക്കിയ മോതിരം കൊണ്ട് ആ കുട്ടിക്ക് ഹരിശ്രീ എന്നൊക്കെ നാവിൽ കുറിച്ച് കൊടുത്ത് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കാറുണ്ട്. അതും മാതൃഭാഷയാണ് വിനിമയം ചെയ്യുന്നത്. ഇത്തരം ഒരു കാര്യങ്ങളാണ് ഈ വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ടീം സിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വൈദേശിക സംസ്കാരത്തോടുള്ള ഭ്രമം കവിതയിൽ വളരെ മനോഹരമായ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തോടുള്ള ഇന്നത്തെ സമൂഹത്തിന്റെ ഭ്രമം അതെങ്ങനെയാണ് കവി അവതരിപ്പിക്കുന്നത്? മാതൃഭാഷയെയും മാതൃ സംസ്കാരത്തെയും മറന്നുകൊണ്ടുള്ള ജീവിതശൈലി, വിദേശ ഭാഷയോടും വിദേശ സംസ്കാരത്തോടുമുള്ള മനുഷ്യരുടെ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. വൈദേശിക സംസ്കാരത്തോടുള്ള ഭ്രമം കവിതയിൽ കവി ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? മാതൃഭാഷയെയും മാതൃ സംസ്കാരത്തെയും മറന്നുകൊണ്ടുള്ള മനുഷ്യരുടെ പ്രവൃത്തിയും മറ്റുമൊക്കെ കവിതയിൽ കവി അവതരിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ കത്തുകളുടെ മൂല്യം ഏവരും ഇന്ന് മറന്നു പോകുന്നു. ഭാര്യ അമ്മയുടെ കത്തുകള് ചായ്പിലേക്ക് തള്ളപ്പെടുമ്പോൾ കവി അതിനോട് എതിർപ്പ് കാണിക്കുന്നു. പുതുതലമുറ മാതൃഭാഷ മറന്നു പോകുമോ എന്ന് ഒരുപാട് കവിക്ക്. ആ ഉത്തരത്തിന്റെ ആശയതലത്തിലേക്ക് ടീം ഡി എത്തിയിട്ടില്ല. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുകയാണ്. വളരെ വ്യക്തമായി തന്നെ ആ കവിതയിൽ, ആ ഒരു ഖണ്ഡികയിൽ കവി അത് വ്യക്തമായി പറയുന്നുണ്ട്. അതാണ് ഉത്തരമായി വരേണ്ടത്. ടീം ഇ. വീടിന് മോടി കൂട്ടുമ്പോൾ ചിലലമാരയിലെ കൗതുക വസ്തുക്കൾക്കിടയിൽ കത്ത് കാണുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് ഈ കത്തെടുത്ത് മാറ്റണം. അപ്പോ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കവി ചായപ്പിലെ പെട്ടിയിൽ കത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. തന്റെ ഓർമ്മകളാണ് കവിയുടെ സൂക്ഷിക്കുന്നത്. ഒരിക്കലും തന്റെ മക്കൾ അത് കത്തുകൾ വായിക്കരുതെന്ന് ഭാര്യ പറയുന്നുണ്ട്. ആ വരികളുടെ നമുക്ക് മനസ്സിലാവുന്നത് മാതൃഭാഷയിലേക്ക് ഒരിക്കലും തന്റെ കുട്ടികൾ വീടരുത്. വിദേശ ഭാഷകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകൂ. അപ്പോൾ മാതൃഭാഷ ഒരിക്കലും തന്റെ കുട്ടികൾ പഠിക്കരുത് എന്ന് അമ്മയുടെ കത്തുകൾ നമുക്കറിയാം. ആ മാതൃഭാഷ മാത്രം തുളുമ്പുന്ന കത്തുകളാണ്. അതൊരിക്കലും തന്റെ കുട്ടികൾ കാണുക പോലും ചെയ്യരുതെന്ന് ഭാര്യ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകും മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കേണ്ട സമയത്ത് ഭാര്യ വിദേശ ഭാഷകളുടെ പ്രാധാന്യമാണ് അവിടെ മനസ്സിലാക്കുന്നത്. വളരെ ശരിയായ ഉത്തരമാണ്. വീടിന് മോടി കൂട്ടുന്ന സമയത്ത് ചില്ലലമാരയിൽ നമ്മൾ പട്ടണത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുവകകൾ വാങ്ങി നിറയ്ക്കുന്നത് പോലെയാണ് വിദേശ ഭാഷയെയും സംസ്കാരത്തെയും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്നുള്ള ഭാഗമാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അമ്മമാര് ഇന്ന് വീടിന് അഭംഗിയായി മാറുന്ന ഒരു കാലം. അമ്മ എന്ന ബിംബത്തിലൂടെ മാതൃഭാഷയാണ് അവതരിപ്പിക്കുന്നത്. ആ മാതൃഭാഷ ഇന്ന് നമുക്ക് അഭംഗിയായി മാറുന്നു. സംസാരിക്കുന്നത് നമുക്ക് നാണം തോന്നുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെ മലയാളികൾ മലയാളം സംസാരിക്കുന്നതിന് മാറുന്നു. അങ്ങനെ വിദേശത്ത് നിർമ്മിച്ച ഒരമ്മയെ കൊണ്ട് നമ്മുടെ അതിഥിശാല നിറയുന്നു എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിർമ്മിച്ച വസ്തുക്കളല്ല ഉദ്ദേശിക്കുന്നത്. വിദേശ ഭാഷയും പാശ്ചാത്യ സംസ്കാരത്തെയും നമ്മളുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്നു എന്നുള്ളതാണ് കവി ആ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. മാതൃഭാഷയോടുള്ള അവഗണനയും എന്നാൽ വിദേശ ഭാഷയോടുള്ള നമ്മുടെ അതിയായുള്ള ഭ്രമവും ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ മനോഹരമായ വരികൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. ഈ വരികളുമായി ചേർത്ത് വായിക്കാൻ പറ്റുന്ന വരികളാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ഈ 4 വരികളിലുള്ളത്. വിദേശത്തുള്ള സംസ്കാരത്തെ നമ്മൾ അതിഥി മന്ദിരത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ ജനിക്കുമ്പം തന്നെ മകൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് ഭാര്യയുടെ പ്രസവം തന്നെ ഇംഗ്ലണ്ടിലേക്ക് മാറ്റുന്നു എന്ന് വളരെ പരിഹാസപൂർവ്വം കുഞ്ഞുണ്ണി മാഷ് ആ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ടീം ഡിയോടായിരുന്നു ചോദ്യം. ടീം ഡിക്ക് ഉത്തരം പറയാൻ വേണ്ടി കഴിഞ്ഞില്ല. ചോദ്യം പാസ് ചെയ്ത് ടീം ഇയിലേക്കാണ് എത്തിയത്. അവര് കൃത്യമായ ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ടീം ഇക്ക് 5 പോയിന്റ്സ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ചോദ്യം ശ്രദ്ധിക്കുക. തായ് മൊഴി, തായ് മനസ്സ്, തായ് ചൊല്ല്. കവിതയിൽ കവി ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണിത്. ഇതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ പദപ്രയോഗങ്ങളുടെ ആശയം? ഇവ മൂന്നും കവി അമ്മയായ മാതൃഭാഷയായി സങ്കല്പിക്കുന്നത്. മാതൃഭാഷയുടെ മഹത്വമാണ് കവി ഈ 3 വാക്കുകളിലൂടെയും മനസ്സിലാക്കി തരുന്നത്. ഉത്തരം ശരിയാണ്. ഈ കവിതയുടെ പൊതുവായ പ്രമേയം തന്നെ മാതൃഭാഷ അമ്മയ്ക്ക് തുല്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അമ്മയുടെ മനസ്സ്, അമ്മയുടെ മൊഴി,
അമ്മയുടെ ചൊല്ലുകൾ എന്നൊക്കെ തന്നെ മാതൃഭാഷയിൽ വരുന്ന പ്രയോഗങ്ങളെ കവി സൂചിപ്പിക്കുന്നത്. ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. എന്ത് നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി. ഇവിടെ ഭാര്യയുടെ സ്വഭാവ മഹിമയെയാണ് കവി വിശേഷിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ആശയം തന്നെയാണോ കവിയുടെ പ്രകടിപ്പിക്കുന്നത്? എന്നുവെച്ചാൽ ഭാര്യയെക്കുറിച്ചുള്ള കവിയുടെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം തന്നെയാണോ ഈ വരികളിലൂടെ പ്രകടമാക്കുന്നത്? അമ്മയുടെ കത്തുകൾ കുട്ടികൾ തൊട്ടാൽ അശുദ്ധമായി പോകുമെന്ന് തന്റെ ഭാര്യ പറയുന്നിടത്താണ് കവി ഇങ്ങനെ പറയുന്നത്. ഇത് ആദ്യ കാഴ്ചയിൽ ഒരു പ്രശംസയായിട്ട് തോന്നാം, പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം അങ്ങനെയല്ല. തൻ്റെ ഭാര്യ ഇംഗ്ലീഷ് ഭാഷയെയും പാശ്ചാത്യ സംസ്കാരത്തെയും അമിതമായിട്ട് സ്നേഹിക്കുകയും തൻ്റെ കുട്ടികൾ അത് തന്നെ പഠിക്കണമെന്ന് ഉറച്ച് പറയുന്നതിനെ കുറിച്ച് കവി അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്ത് നവീനം കുലീനം എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു പരിഹാസം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് തൻ്റെ ഭാര്യയോട് കവിക്ക് സ്നേഹമുണ്ട്, എന്നാലും അവരുടെ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അവരെ എതിർക്കാൻ കവിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കവി ഇങ്ങനെ പറയുന്നു. കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ടീം ഇ നൽകിയിട്ടുള്ളത്. കവി പ്രത്യക്ഷാർത്ഥത്തിൽ ഭാര്യയെ പുകഴ്ത്തുകയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കവിയുടെ മനസ്സിലുള്ള അനിഷ്ടവും നീരസവും പങ്കുവെക്കാൻ വേണ്ടി വിരുദ്ധ അർത്ഥത്തിൽ വ്യാജസ്തുതിയായിട്ടാണ് ഈ പ്രയോഗങ്ങൾ കവി ഉപയോഗിക്കുന്നത്. എത്ര കുലീനം, എത്ര നവീനം എന്നൊക്കെ പറയുന്നത് വീടിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടി പട്ടണക്കോപ്പുകൾ വാങ്ങി നിറയ്ക്കുന്ന ആ ഒരു പൊങ്ങച്ച സംസ്കാരം വളരെ ഉയർന്ന ചിന്താഗതിയാണ് എന്ന് കവി പറയുന്നത് തന്റെ അനിഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി വ്യാജസ്തുതിയായി ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ചോദ്യം ഇതാണ്. കവി തനിക്ക് വിവാഹബന്ധം ഉണ്ടായതിലൂടെ ദാമ്പത്യ ബന്ധത്തോടെ തനിക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടമായി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ദാമ്പത്യ ബന്ധത്തിലൂടെ കവിക്ക് നഷ്ടമായി എന്ന് കവി ചിന്തിക്കുന്നത്? പാരമ്പര്യത്തിന്റെയും പഴമയുടെയും ഓർമ്മകൾ കവി മറക്കാൻ ശീലിക്കുന്നു. അമ്മയുമായുള്ള വൈകാരിക ബന്ധം നഷ്ടപ്പെടുന്നു. ഭാര്യ ഒരുക്കുന്ന സുരക്ഷിതത്വത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. കവിക്ക് തന്റെ പാരമ്പര്യത്തിലും പഴമയിലും ഒക്കെ ഓർമ്മകളിൽ ഇങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന അതിന്റെ മധുരങ്ങളിലൊക്കെ ഇങ്ങനെ കൊതിയൂറുന്ന ശീലം ഉണ്ടായിരുന്നു. ഭാര്യയുടെ കടന്നുവരവോടുകൂടി ഇത്തരം ചിന്തകളെല്ലാം തന്നെ കവിയുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ അമ്മയുമായുള്ള വൈകാരിക ബന്ധത്തിൽ നിന്നുള്ള ഒരു വേർപെടൽ അവിടെ സംഭവിക്കുന്നു. അമ്മയുടെ സ്ഥാനത്തേക്ക് പകരം കടന്നു വരുന്ന ഭാര്യ പക്ഷേ അമ്മയുടേതുപോലെയുള്ള പല കാര്യങ്ങളും ഭർത്താവിന് നൽകുന്നില്ല. ഭാര്യ ഒരുക്കുന്ന സുരക്ഷിതത്വത്തിൽ കവി സന്തുഷ്ടനാകുന്നു എങ്കിലും കവിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. തന്റെ പല മുൻകാല അനുഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും കവിയിൽ നിന്ന് വേരറ്റു പോകുന്നു എന്നാണ് കവി സങ്കടപ്പെടുന്നത്. ടീം ഡിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ എന്ന കവിത. ചോദ്യം അതുമായി കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. അമ്മത്തൊട്ടിൽ എന്ന കവിതയിലേതുപോലെ അമ്മമാർ ഉപേക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള കവിതയാണോ അമ്മയുടെ എഴുത്തുകൾ? ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റുമോ? അമ്മത്തൊട്ടിൽ എന്ന രചനയിൽ മകൻ അമ്മയെ പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അതിനായി അദ്ദേഹം മാളിന് സമീപവും ഹോസ്പിറ്റലിനടുത്തും വിദ്യാലയത്തിലേക്കുമൊക്കെ പോകുന്നു. എന്നാൽ പ്രകൃതി തന്നെ തന്റെ മക്കൾക്കായി ഒരുക്കിയ സംരക്ഷണ വലയം മനസ്സിലാക്കുന്ന അദ്ദേഹം ഭാര്യയുടെ വാക്കിനെ എതിർത്തുകൊണ്ട് അമ്മയെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ സമയത്തേക്കും അമ്മ മരണപ്പെട്ടു പോവുകയാണ്. മധുസൂദനൻ നായരുടെ ഈ കവിതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന മാതൃബന്ധത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. തന്റെ പ്രിയനിയുടെ കൂടെ താമസിക്കുന്ന മകൻ അമ്മയുമായുള്ള മാനസിക ബന്ധം കുറയുന്നു. ഭാര്യയുടെ വാക്കിന് വില കൽപ്പിച്ച് അദ്ദേഹം അമ്മയുടെ എഴുത്തുകളെ തന്റെ ദൃഷ്ടിയിൽ നിന്നും മാറ്റാനായി തീരുമാനിക്കുന്നു. രണ്ട് കൃതിയിലും മക്കൾക്ക് അമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന മാതൃബന്ധത്തെക്കുറിച്ച് തന്നെയാണ് വർണ്ണിക്കുന്നത്. ഉത്തരം ശരിയാണ്. അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ നേരിട്ട് അമ്മയെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് കവി പ്രതിപാദിക്കുന്നത്. എന്നാൽ അമ്മയുടെ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു വരുമ്പോൾ അമ്മയ്ക്ക് പകരം അമ്മ നൽകുന്ന മാതൃഭാഷയെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്
കവിതയിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് കവിതയിലും അമ്മമാരെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വേവലാതികൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിലുള്ള അമ്മയും രണ്ടാമത്തെ സ്ഥലത്ത് നമ്മുടെ മാതൃഭാഷയാകുന്ന അമ്മയെയും ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് രണ്ട് കവിതകളും സംസാരിക്കുന്നത്. ടീം സി വളരെ നന്നായി ഉത്തരം പറഞ്ഞു. ടീം സിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മാതൃഭാഷയോടുള്ള ഇന്നത്തെ സമൂഹത്തിന്റെ സമീപനം അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക. ഇന്നത്തെ സമൂഹത്തിൽ മാതൃഭാഷയെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. വിദേശ ഭാഷയെ ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ സ്വീകരിക്കുകയും മാതൃഭാഷയെ പിന്തള്ളി കളയുകയും ചെയ്യുന്നു. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിലും മാതൃഭാഷയെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. വിദേശത്തു നിന്നുള്ള ഭാഷകളെ സ്വീകരിക്കാനാണ് കവി ശ്രമിക്കുന്നത്. കാലത്ത് മാതൃഭാഷ ഒഴിവാക്കി ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരം ഏറെക്കുറെ ശരിയാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു പിഴവ് പറ്റിയത് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിക്കാനാണ് കവി ശ്രമിക്കുന്നത് എന്നുള്ളത് തിരുത്തേണ്ടതാണ്. കവി ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷയെ അങ്ങനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാതൃഭാഷയെ ഉപേക്ഷിക്കേണ്ടി വരുന്നതിന്റെ വേദനയാണ് അദ്ദേഹം ഈ ഭാഗങ്ങളിലെല്ലാം അടയാളപ്പെടുത്തുന്നത്. ഇന്നത്തെ സമൂഹം മാതൃഭാഷയായ മലയാളത്തെ അവഗണിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് വളരെയധികം കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഉദാഹരണമായിട്ട് പല ആളുകൾക്കും ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. കുട്ടികളെയെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ LKG മുതൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ അമ്മയെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് കവി ആശങ്കപ്പെടുകയാണ്. നമ്മളെ കുട്ടികൾ നാളെ എന്ത് സംസാരിക്കും? ശുദ്ധമായി ഒരു മലയാള പദം ഉച്ചരിക്കാൻ അവർക്ക് കഴിയുമോ? ആരാണ് ഈ മനോഹരമായ ഭാഷ എഴുതുക? തുടങ്ങിയ ആശങ്കകളാണ് ഈ കവിതയിൽ കവി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരം ശരിയായിരുന്നു. ടീം ബിക്ക് 10 പോയിന്റ്. നാളെ ഇതേ സമയം മലയാളം അടിസ്ഥാന പാഠാവലി പ്രശ്നോത്തരി 2ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.